ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നൊരു ഫ്രൈഡേ ആണ്, അതായത് ഈ വീഡിയോ എടുക്കുന്ന ദിവസം ഒരു ഫ്രൈഡേ ആണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് എൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് റാഗി ദോശയാണ്. അപ്പോൾ റാഗി ദോശ ഉണ്ടാക്കി ശീലമുള്ളവരാണോ നിങ്ങളൊക്കെ? ഈ ഉഴുന്ന് ദോശയൊക്കെ ഉണ്ടാക്കും പോലെ തന്നെയാണ് ഈ റാഗി ദോശ കേട്ടോ. പക്ഷേങ്കിൽ കുറച്ച് റാഗിയാണ് ഇതിൽ കൂടുതൽ എടുക്കുന്നത്. ഒരു കപ്പ് റാഗിക്ക് അരക്കപ്പ് പച്ചരിയും അരക്കപ്പ് ഉഴുന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ഉലുവയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് എന്ത് ചെയ്തു, കുതിർത്ത് വെച്ചു. ഒരു 5 മണിക്കൂറോളം കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നന്നായി കഴുകി വൃത്തിയാക്കി കുറച്ച് ചോറും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്തു. അപ്പോൾ ഇത് തലേ ദിവസം തന്നെ നമ്മളിത് നന്നായിട്ട് എന്ത് ചെയ്തു, അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് ഇത് എന്ത് ചെയ്യും, നന്നായിട്ട് പുളിക്കുകയൊക്കെ ചെയ്ത് നല്ല ഫെർമെൻറ്റേഷനൊക്കെ സംഭവിച്ച് നമുക്ക് കിട്ടും. അപ്പോൾ പിറ്റേ ദിവസം കിട്ടിയത് ഇങ്ങനെയായിരുന്നു, നന്നായിട്ട് പൊന്തിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് പെട്ടെന്ന് തന്നെ നമുക്ക് ആവശ്യമുള്ളത് എടുത്ത് വെച്ചിട്ട് ബാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കണം, അല്ലെങ്കിൽ ഇത് കൂടുതൽ എന്ത് ചെയ്യും, പുളിച്ചു പോകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ റാഗി ദോശ ഉണ്ടാക്കാനുള്ള പണി കേട്ടോ. അപ്പോൾ ഇതിന് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് ഒരു പാനൊക്കെ ചൂടാക്കി നന്നായിട്ട് ഇതുപോലെ നമുക്ക് ദോശ ഇട്ടെടുക്കാം. ഒരു ഭാഗം നന്നായിട്ടായിട്ട് വന്നാൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യോ വെളിച്ചെണ്ണയോ ഒക്കെ ഒന്ന് തേച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നെയ്യില്ലാത്തതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് തേച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല നൈസായിട്ടുള്ളൊരു ദോശയാണ് നമുക്ക് കിട്ടുക, നല്ല ക്രിസ്പി ആയിട്ടുള്ള നൈസായിട്ടുള്ളൊരു ദോശ. അപ്പോൾ ഈ ദോശ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ചട്നിയൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. റാഗി ദോശ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് പോയിട്ട് ഉണ്ടാക്കി നോക്കട്ടെ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. പിന്നെയെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റും ചെയ്യുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പുതിയ ട്രൈ ആയിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ അതുവരെ ബൈ.